ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ടീനേജേഴ്സിൽ ശ്രദ്ധിക്കേണ്ട സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. ടീനേജേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 13 to 17 വരെ ഉള്ള ആൾക്കാരാണ് ടീനേജേഴ്സിൽ ഉൾപ്പെടുന്നവരിൽ. അപ്പോൾ നമുക്ക് കുറേ അധികം മാറ്റങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് വരാറുണ്ട്. അതായത് ഹോർമോണൽ ചേഞ്ചസ് വരാറുണ്ട്, പിന്നെ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരാറുണ്ട്, പിന്നെ വോയിസ്, ഇമോഷൻസ് ഫുള്ളായിട്ട് നമുക്ക് ചേഞ്ചസ് വരുന്ന സമയങ്ങളാണ് ഈ ഒരു ടീനേജ് സമയം എന്ന് പറയുന്നത്. ടീനേജേഴ്സിൻ്റെ ആ ഒരു ടൈം. ടീനേജേഴ്സിന് കുറേയധികം സ്കിൻ കെയർ റൊട്ടീൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഈ ഒരു ടീനേജ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊന്നും ഒട്ടും നമ്മുടെ സ്കിന്നിന് നല്ലതല്ല ആ ഒരു സമയത്ത്. കാരണം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആയിരിക്കും ആ സമയത്ത്. അല്ലെങ്കിൽ ഒരുപാട് മുഖക്കുരുവൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലുള്ള സമയമാണ് ഈ ഒരു ടീനേജ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളത് ഒരു ഏജ് കഴിയുമ്പോൾ അത് നമുക്ക് സ്കിന്നിന് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളാണ് കാണുന്നതെങ്കിൽ, കുട്ടികളാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അമ്മമാരാണ് കാണുന്നതെങ്കിൽ, ചേച്ചിമാരാണ് കാണുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അവർക്കത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മെയിനായിട്ടും ഈ ഒരു ടീനേജ് സമയത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ മെയിനായിട്ടും പിമ്പിൾസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ മുഖത്ത് രോമ വളർച്ചയൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു സമയത്താണ്. അതുപോലെ തന്നെ പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഈ ഒരു സമയത്ത്. ഒരുപാട് സൺ ടാൻ അടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് കേടുവരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് അറിയാത്തവർക്കും അതായത് ടീനേജ് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്കിൻ കെയർ റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യണം നമ്മൾ ഈ ഒരു സമയത്ത്. അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് നമ്മൾ ഈ ഒരു സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മേക്കപ്പ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ അതൊന്നും നമ്മുടെ ഈ ഒരു പ്രായത്തിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നമ്മൾ മൊത്തത്തിലൊന്ന് മാറി നല്ല ഭംഗി വെക്കുന്ന ഒരു സമയമാണ് ഒരു ടീനേജ് സമയം എന്ന് പറയുന്നത്. സോ നമുക്ക് മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് മാത്രമല്ല, ഒരുപാട് ഫൗണ്ടേഷനൊക്കെ നമ്മുടെ സ്കിന്നിൽ ഇടുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല ഈ ഒരു ടീനേജ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ായിട്ടും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിന് സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ടീനേജ് സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ മെയിനായിട്ടും ഫസ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് എന്താ വെച്ചാൽ ഒരു ക്ലെൻസർ എന്തായാലും വേണം. പിന്നെ ഒരു ടോണർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഓപ്ഷണലാണ് ടോണർ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് എന്തായാലും ഒരു മോയ്സ്ചറൈസർ വേണം. അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടും വേണം. അപ്പോൾ ഈ മൂന്നെണ്ണം നമുക്ക് മതി നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ടീനേജ് സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യും. ഈ ഒരു 3 കാര്യങ്ങൾ മതി. ടോണർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമുക്ക് ഇത് വേണം. അപ്പോൾ ഇതൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിന് ഇതൊക്കെ സ്യൂട്ടബിൾ ആണോ എന്നും കൂടി അറിഞ്ഞിരിക്കണം. കാരണം കുറച്ച് പേരിൻ്റെയൊക്കെ സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് നമുക്കൊന്നില്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കി ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചൊരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ലെൻസർ, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഉണ്ടാവും, ഓയിലി സ്കിന്നുകാർ ഉണ്ടാവും, സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ഉണ്ടാവും, കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുള്ളവർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പോഴും ആ ഒരു ടൈമിൽ ടീനേജ് സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നതാണ്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫേസ് വാഷ് ചെയ്യണ സോപ്പ് ഉപയോഗിച്ചിട്ടായിരുന്നു വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്യുക. നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള ഓരോരോ ഫേസ് വാഷ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വാങ്ങി ഉപയോഗിക്കുന്നതായിരിക്കും. ഓയിലി സ്കിന്നുകാരാണ് നമ്മളിപ്പോൾ മോയ്സ്ചറൈസറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഓരോരോ മോയ്സ്ചറൈസർ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓയിലി സ്കിന്നാണെങ്കിൽ കൂടുതലും ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ ഈ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കാം. അതിനുശേഷം ഈ പറയുന്ന ഓരോ പ്രൊഡക്റ്റും നമ്മൾ സെലക്ട് ചെയ്യുക, സ്യൂട്ടബിൾ ആണോ എന്ന് നമ്മൾ നോക്കുക, അത്രേ ഉള്ളൂ.
പിന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് നമ്മളത് നോക്കുക. എന്നിട്ട് അതൊന്നും പ്രശ്നം ഇല്ലാതെ ആ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മുടെ സ്കിന്നിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. പ്രൊഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് സെക്കൻഡായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ബോഡി മോയ്സ്ചറൈസ് ചെയ്തിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ബോഡിയിൽ അപ്ലൈ ചെയ്യാനും നല്ലൊരു ബോഡി ലോഷൻ നമ്മൾ ഏതാണെന്ന് നോക്കിയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കണം. ഈ സമയത്ത് നമ്മൾ സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യണം. അതുകൊണ്ടാണ് ബോഡി ലോഷൻ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. നിങ്ങളുടെ സ്കിൻ ഏതാണോ അതിനനുസരിച്ചുള്ള ബോഡി ലോഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ ഫുൾ ബോഡിയും മോയ്സ്ചറൈസർ ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത്. ബോഡി ലോഷൻ നല്ലൊരു ബോഡി ലോഷൻ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. ഫേസിലും ബോഡിയിലും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനും ഗ്ലോയിങ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ആക്നെ ബ്രേക്കേജ് ഒന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ബോഡി ലോഷൻ ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കാനും നന്നായിട്ട് വെള്ളം കുടിക്കണം. അതും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് വീക്കിൽ ഒരു തവണ നമ്മുടെ സ്കിൻ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വീക്കിൽ ഒരു ദിവസം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. മൈൽഡ് ആയിട്ടുള്ള സ്ക്രബ്ബർ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബോഡി സ്ക്രബ് എങ്ങനെ നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്ന്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് അതുപോലെയും ചെയ്യാം. അത് മൈൽഡ് ആയിട്ടും നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഒട്ടും ഡാമേജ് ആക്കുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ തയ്യാറാക്കി നമുക്ക് വീക്കിൽ ഒരു തവണ ഉപയോഗിക്കാം കേട്ടോ. നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ ഒന്ന് മാറ്റി നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റൻ ചെയ്യാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഡ്രൈ ഒന്നും ഡെഡ് സ്കിൻസ് മെയിനായിട്ട് റിമൂവ് ചെയ്യുക എന്നതാണ് നമ്മൾ സ്ക്രബിങ്ങിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്ക്രബിങ് വീക്കിൽ ഒരു തവണ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നന്നായി വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് ഒക്കെ പുറത്ത് പോവുള്ളൂ. അതായത് വിയർപ്പിലൂടെയും യൂറിൻ പാസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പോകണമെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കണം. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നന്നായി വെള്ളം കുടിക്കണം. അപ്പോൾ ടീനേജേഴ്സിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കില്ല. ബാക്കി ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരും. ആക്നെ വരും. പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഇതുമൂലം വരാറുണ്ട്. അതുകൊണ്ട് വെള്ളം നന്നായി കുടിക്കുക എന്നതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ നല്ല ഫുഡ് കഴിക്കുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. ഒരുപാട് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാണ്ട് നല്ല പ്രിസർവേറ്റീവ്സ് ഒന്നും അധികം ചേർക്കാത്ത ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അതായത് സ്കൂളിലൊക്കെ കൂടുതലും എക്സസൈസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ബോഡിയിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ എന്താണെന്നേ അറിയില്ല. ഞാൻ യൂസ് ചെയ്തത് ഡിഗ്രിയിലൊക്കെ പഠിക്കുമ്പോൾ ഡിഗ്രി ലാസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതായത് നമുക്കുള്ള ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് സൺലൈറ്റ് അടിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ വരികയാണെങ്കിൽ അതൊക്കെ തടയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിൻ പ്രോബ്ലം ഡാമേജ് ആക്കുന്നതൊക്കെ കുറയ്ക്കാനൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്ത് പോകരുത്. നല്ലൊരു സൺസ്ക്രീൻ വാങ്ങിയിട്ട് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് മാത്രം ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയാസ് വരാനും ആക്നെ വരാനും സ്കിൻ ഡാമേജ് ആവാനുള്ളൊക്കെ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ കൈയൊന്നും വാഷ് ചെയ്യാതെ നമ്മുടെ ഫേസിൽ ഫ്രീക്വൻ്റ്ലി ആയിട്ട് നമ്മളിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയാസും അണുക്കളെല്ലാം പോയി നമ്മുടെ സ്കിന്നിൽ ആക്നെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൈ കഴുകാതെ ഒരിക്കലും ഫേസിൽ വെറുതെ ടച്ച് ചെയ്യണത് നല്ലതല്ല കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ. പിന്നെ നല്ലൊരു ലിപ് ബാം ഉപയോഗിക്കുക എന്നതാണ് കേട്ടോ. ലിപ് ബാം നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസറായിട്ട് ഇരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു ലിപ് ബാം ജെൽ ടൈപ്പ് ലിപ് ബാം ഒക്കെ, അതായത് ഒരുപാട് ടിൻ്റൊന്നും ഇല്ലാത്ത ലിപ് ബാം ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനത്തെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഏതാ നല്ലൊരു ലിപ് ബാം എന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് അപ്പോൾ നല്ലൊരു ലിപ് ബാം ഉപയോഗിക്കാനായിട്ട് നോക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിൽ ഉണ്ടാകുന്ന ക്രാക്കിംഗ് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എപ്പോഴും നമ്മുടെ ലിപ്പ് നന്നായിട്ട് ഇരിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന് മുമ്പായിട്ട് ലിപ് ബാം ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് തുടച്ച് കളഞ്ഞതിന് ശേഷം ലിപ്സ്റ്റിക് ഉപയോഗിക്കുക. പിന്നെ അതിനുശേഷം നന്നായിട്ട് ലിപ്സ്റ്റിക് കളഞ്ഞതിന് ശേഷം മാത്രം ലിപ് ബാം ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ
ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക എന്നത്. അപ്പോൾ നമുക്ക് മോർണിംഗ് സ്കിൻ കെയറും നൈറ്റ് സ്കിൻ കെയറും നമുക്കൊന്ന് ഫോളോ ചെയ്യുക. അതായത് മോർണിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, അതിനുശേഷം ബ്രഷ് ചെയ്തതിന് ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം നമ്മളൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുക. പിന്നെ ഹാൻഡ് ക്രീമോ അല്ലെങ്കിൽ ബോഡി ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ചിലവർക്കൊക്കെ ഫേസിൽ ഇങ്ങനെ എക്സായിട്ട് ഓയിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഒരു ടവലോ ടിഷ്യൂ പേപ്പർ കയ്യിൽ കരുതി ഇടയ്ക്കിടയ്ക്ക് ആ ഓയിൽ എക്സസ് ആയിട്ട് വരുന്ന ഓയിലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ആക്നെ പ്രോബ്ലംസ് വരുന്നതൊക്കെ നമുക്ക് ഒന്ന് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ രാത്രി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ലിപ് ബാം യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഇനി നമുക്ക് ടീനേജേഴ്സിന് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു. ടർമറിക്കും മഞ്ഞൾപ്പൊടിയും അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ പാലും ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ ആക്നെ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മിൽക്ക് ഉപയോഗിക്കും, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അത് നല്ലതാണ്, നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എല്ലാം മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് കുക്കുംബർ വെച്ചിട്ടാണ്. കുക്കുംബർ നമുക്ക് ഒന്നില്ലെങ്കിൽ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഡാർക്ക് കളർ അല്ലെങ്കിൽ അണ്ടർ ഐയിൽ എന്തെങ്കിലുമൊക്കെ ഡാർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക. നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് ഈ ഒരു കുക്കുംബർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ പഴത്തിൻ്റെ തൊലി നമ്മൾ കളയാറാണ് ഉള്ളതില്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു പഴത്തിൻ്റെ ആ തൊലി വെച്ച് നമ്മുടെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ആക്നെ പ്രോബ്ലംസോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ മെയിനായിട്ടും നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഡെയിലി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസറാണ്, ഒരു ക്ലെൻസറാണ്, അതുപോലെ തന്നെ നല്ലൊരു സൺസ്ക്രീൻ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഈ ഒരു കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇരിക്കാനും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് നമ്മളിനി ഹെയർ കെയറിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം നമ്മുടെ ഹെയറൊക്കെ നല്ല രീതിയിൽ വളർന്ന് ഒന്ന് വരുന്ന ടൈമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഹെയറിൽ ഡാമേജസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 20 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഹെയർ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊരു +2 ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയറൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് കൊഴിയാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ നല്ല പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഹോം റെമഡീസ് ഉണ്ടാകും, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ മസാജാണ്. നമ്മൾ ഓയിൽ വെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ട് ബോയിൽ ചെയ്ത് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ തലയിൽ നമ്മൾ എപ്പോഴും ആഴ്ചയിൽ 2-3 തവണ ചെയ്താൽ മതി. നല്ലതാണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂട്ടാനും ഹെയർ നന്നായിട്ട് വളരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ലൊരു ഷാമ്പൂവും മൈൽഡ് ആയിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത ഷാമ്പൂവും അതുപോലെ തന്നെ കണ്ടീഷണറും ഉപയോഗിക്കാൻ നല്ലൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെയർ സിറം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതും നല്ലതാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് ടാങ്കിൾസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇരിക്കാനൊക്കെ തിളക്കം കൊണ്ടുവരാനൊക്കെ നന്നായിട്ട് ഹെയർ സിറം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഹെയർ കെയർ റൂട്ടീനിൽ. പിന്നെ നമുക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ നമ്മൾ റിമൂവ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കും. അതായത് ഒരുപാട് വേർപ്പ് മണം വരാനുള്ള കാരണമാവും. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഒന്നുകിൽ ഷേവ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രിമ്മർ വെച്ച് നമുക്കത് കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ കളയുന്നതായിരിക്കും നല്ലത്. അതാണ് നമ്മുടെ സ്കിന്നിനും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി ബോഡി വാഷ് ചെയ്യണം. ബോഡി വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു സോപ്പാണ് ഉപയോഗിക്കുന്നത് വെച്ച് നല്ലൊരു സോപ്പ് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് ഡോവും പിയേഴ്സും ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബോഡി നല്ല ബോഡി വാഷ് നിങ്ങൾക്ക് കിട്ടും. പിയേഴ്സിൻ്റെ തന്നെ ബോഡി വാഷ് ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കുന്ന ചന്ദ്രിക പോലെയുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും കേട്ടോ. അപ്പോൾ അതുപോലത്തെ സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ അല്ലെങ്കിൽ ഒരു ബോഡി വാഷ് ഉപയോഗിക്കാം. പിന്നെ ലൂഫയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചകിരി പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ചകിരി അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കരുത്. ലൂഫ പോലത്തെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള ലൂഫാസ് ഉപയോഗിക്കുക. അതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്, ഡാമേജ് ആക്കില്ല കേട്ടോ. അപ്പോൾ അത് പിന്നെ ഡെയിലി കുളിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ബോഡിയിലും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആക്കാനും അതൊക്കെ ഒഴിവാക്കാനും സ്കിൻ നന്നായിട്ട് ഇരിക്കാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഡെയിലി കുളിക്കുമ്പോൾ ഡെയിലി ബോഡിയിൽ ഇതുപോലെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഓയിലുണ്ടല്ലോ, എന്താണ് പാരച്യൂട്ടിൻ്റെ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചെറിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബട്ടക്സിലൊക്കെ വരുന്ന പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് അപ്പർ ലിപ്പിൽ ഒരുപാട് രോമം വരിക. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ
വാക്സ് ഒന്നും ചെയ്യാതെ, വാക്സ് ചെയ്യാൻ മീൻസ് ഷുഗർ വാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്, ഹെയർ റിമൂവ് ചെയ്യുന്ന ക്രീംസ് ഒക്കെ അവൈലബിൾ. അങ്ങനെയൊന്നും വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്, അതൊക്കെ നമ്മുടെ സ്കിൻ ഡാമേജ് ആകൂട്ടോ. എനിക്ക് അനുഭവം ഉള്ളതാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതുപോലെ മറ്റേ ഈ ഹെയർ റിമൂവ് ചെയ്യുന്ന ക്രീം വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ ഹെയർ ഒന്ന് റിമൂവ് ചെയ്ത് വിട്ടു. ഇവിടെ എനിക്ക് ഭയങ്കര വലിയൊരു കറുത്ത പാട് വന്നിട്ട് അതിനുശേഷം ഞാൻ മുഖത്ത് അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഈ അപ്പർ ലിപ്പിലത്തെ ഈ ഒരു രോമം നിങ്ങൾക്ക് കളയുന്നുണ്ടെങ്കിൽ റേസേഴ്സ് ഉണ്ടാവും, അത് അവൈലബിൾ ആണ്. റേസേഴ്സ് നമുക്ക് സ്കിൻ ഒട്ടും ഡാമേജ് ആക്കില്ല. നല്ല റേസേഴ്സ് ഉപയോഗിക്കുക. കാർമിസ്റ്റ് എന്ന പേര്, അതൊക്കെ നല്ലതാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിലോട്ട് ഡാമേജ് ആക്കുന്നില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ അത് വെച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ റിമൂവ് ചെയ്താലും നമ്മുടെ സ്കിന്നിന് ഇവിടുത്തെ രോമമൊക്കെ കളയുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എല്ലാം പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.